الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. من آياته الليل والنهار والشمس والقمر ولا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. وإذ استكبروا فالذين عند ربك يسبحون له بالليل والنهار وهم لا يسأمون. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറ ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത് മുതൽ 38-ാമത്തെ ആയത്ത് കൂടിയ വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. മക്കയിലെ ആയത്തുകളെ പോലെ ഈ ആയത്തുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ആ മക്ക പ്രദേശത്തുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ ആയത്തുകൾ പരിശോധിക്കാം. ഇന്നല്ലദീന ഖാലു തീർച്ചയായും പറഞ്ഞവർ റബ്ബുനല്ലാഹ് അല്ലാഹു ആണ് നമ്മുടെ നാഥൻ എന്ന് പറഞ്ഞവർ സുമ്മസ്തഖാമു പിന്നീട് ആ തത്വത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നവർ അല്ലാഹു ആണ് തങ്ങളുടെ നാഥൻ എന്ന് പറയുകയും പിന്നെ അതേ തത്വത്തിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ. അതാരാന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ആളുകൾ തന്നെയാണ്. അവരുദ്ദേശിച്ചാണ് പറയുന്നത്. തതനസ്സലു അലൈഹിമുൽ മലായിക മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരെ സ്ഥിരമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു നിങ്ങൾ ഭയപ്പെടേണ്ട, വലാ തഹ്സനു നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട, വഅബ്ശിറൂ നിങ്ങൾ സന്തുഷ്ടരായിക്കൊള്ളുക ബിൽ ജന്നത്തി സ്വർഗത്തെ സംബന്ധിച്ച്. അല്ലത്തി നിങ്ങളുടെ സ്വർഗം കുന്തും തുഅദൂൻ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കപ്പെടുന്ന പരിപൂർണമായും സൂക്ഷിക്കപ്പെടുന്ന സ്വർഗം. ആ സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തുഷ്ടരായിക്കൊള്ളുക. വളരെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്.
മക്കയിൽ ജീവിക്കുന്ന ആളുകൾ മദീനയിൽ വന്നിട്ടില്ല, ആ ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ല. മുഖ്യമായും ഈ ആയത്തുകളിൽ ഊന്നി പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചും അതിൻ്റെ താല്പര്യം അനുസരിച്ച് ജീവിക്കുക. അതാണ് ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം അനുസരിച്ച് ജീവിക്കുക. എല്ലാതരം പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അവരെ അള്ളാഹു തആല സംരക്ഷിക്കും. മരിച്ചുപോയാൽ സ്വർഗവും കിട്ടും. ഇത് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. നെഹ്നു ഔലിയാവുക്കും, ഞങ്ങളാണ് നിങ്ങളുടെ ഇത്തരങ്ങൾ. നെഹ്നു ഔലിയാവുക്കും ഫിൽ ഹയാത്തി ദുനിയ, ഇഹലോകത്ത്, വഫിൽ ആഖിറ, പരലോകത്തും, വലക്കും നിങ്ങൾക്കുണ്ട് ഫീഹ, അവിടെ, മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ ഉണ്ട്. വലക്കും ഫീഹ മാ തദ്ഉൻ, വലക്കും നിങ്ങൾക്കുണ്ട് ഫീഹ അവിടെ, മാ തദ്ഉൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. സ്വർഗത്തിലെ കഥയാണ് പറയുന്നത്. നെഹ്നു ഔലിയാവുക്കും, നിങ്ങൾക്ക് ആശ്രയിച്ച് നിങ്ങൾ മിത്രങ്ങളായി തരും. ഔലിയാ എന്ന മിത്രങ്ങൾ, നമ്മുടെ മിത്രങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾ ഞങ്ങളെ മിത്രങ്ങളാണ്. ഒലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും, ഒലക്കും നിങ്ങൾക്കുണ്ട് ഫീഹ അവിടെ, മാ തഷ്തഹി അൻഫുസുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം, കൊതിക്കുന്നതെല്ലാം, അവിടെ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ. ഒലക്കും നിങ്ങൾക്കുണ്ട് ഫീഹ അവിടെ, സ്വർഗത്തിൽ, മാ തഷ്തഹി അൻഫുസുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. ഒലക്കും നിങ്ങൾക്കുണ്ട് ഫീഹ അവിടെ, മാ തഷ്തഹി മാ തദ്ഉൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം, ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നുസുലൻ അത് ആതിഥ്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇവർക്ക് ഒരുക്കി വെച്ചുള്ള സ്വർഗം നുസുലൻ ആതിഥ്യമാണ്. ആതിഥ്യം മരുടിക്കൊണ്ടേയിരിക്കും. മിൻ ഗഫൂരിർ റഹീം, പരമപരിശുദ്ധനായ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനായ അള്ളാഹുവിൽ നിന്ന്. അർ-റഹീം കരുണാനിധിയും, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരും കരുണാനിധിയുമായ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നുസുലൻ അള്ളാഹുവിൽ നിന്നുള്ള ആതിഥ്യം എന്ന നിലക്കുള്ള സൽക്കാരം അവിടെ ഉണ്ടാകും. അതവർക്ക് കിട്ടും. സാധാരണ സർക്കാരല്ല, നല്ല സർക്കാരും. നമ്മുടെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളും കൂട്ടുകാരും ബന്ധുക്കളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കുമല്ലോ. ആ സ്വീകരിക്കുന്നത് പോലെയല്ല അവിടെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നുസുലൻ ആതിഥ്യമരുടുകയാണ്. മിൻ ഗഫൂരിർ റഹീം ധാരാളമായി പുറത്തു കൊടുക്കുന്ന, റഹീം കരുണാനിധിയുമായ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണത്. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ഒമൻ അഹ്സനു ഖൗലൻ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? മിമ്മൻ ദഅ ഇലല്ലാഹ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഊലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. തദീനുലക്കും ബിഹൽ അറബ് വൽ അജം, അറബികളും അജ്മികളും എല്ലാം നിങ്ങൾ കീഴ്പ്പെടും. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിലാണ് പറയുന്നത് ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? അമില സ്വാലിഹൻ, അവൻ സൽക്കരം പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കാല അവൻ പറയുന്നു, ഇന്നനീ മിനൽ മുസ്ലിമീൻ, തീർച്ചയായും ഞങ്ങളെല്ലാം മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു. അതുകൊണ്ട് അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ നുസുലൻ മിൻ ഗഫൂരിർ റഹീം, കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൽ നിന്നുള്ള ആതിഥ്യമാണ് അവർക്കുണ്ടാകുക. ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ നല്ലത് പറഞ്ഞവൻ ആരാണുള്ളത്? വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും. അപ്പോൾ കാല അവൻ പറയുകയും ചെയ്യുന്നു, ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ് എന്ന് പറയുകയും ചെയ്യുന്നു. വളരെയേറെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് മക്കക്കാരായ ആളുകൾ അവിടെ ജീവിക്കുന്നത്. അവർക്ക് ഒരു സൗകര്യവുമില്ല, ഒരു തരത്തിലുള്ള സൗകര്യമില്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാ സൗകര്യവും കൊടുത്തുകൊണ്ട് കാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൗകര്യങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമമല്ല.
നന്മയും തിന്മയും സമമല്ല. വലാതസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും സമമല്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നീ സ്വീകരിക്കുക ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതിനെ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സൗകര്യപ്രദമായ സൗകര്യങ്ങളുമാണ് അവിടെ അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഉയർത്തുക, ഈ ഉയർത്തുക ബില്ലത്തി അഹ്സൻ, ഏറ്റവും നല്ലത്. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തും, ഫൈദല്ലദീ ബൈനക അവർക്കിടയിലുണ്ട്, ബൈനഹു അവരുടെയും ഇടയിലുണ്ട്, അദാവത്തും ശത്രുത ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ കഅന്നഹു വലിയുൻ ഹമീം, അവർ മിത്രങ്ങളെ പോലെയാകുന്നു. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ, ശത്രുതയുള്ള ആളുകൾ, അവർക്കിടയിലെ ശത്രുക്കളായ ആളുകൾ അവർക്ക് കഅന്നഹു വലിയുൻ ഹമീം, നല്ല ഉറ്റമിത്രങ്ങളെ പോലെയാകുന്നു. മായുലഖാഹ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാപിക്കും ഇല്ലല്ലദീന സബറു, ക്ഷമിച്ചവരല്ലാത്ത. മായുലഖാഹ ഇല്ലാ ദു ഹദ്ദിൻ, മായുലഖാഹ അവർക്ക് അവർ ലഭിക്കുകയില്ല ഇല്ലാതു ഹദ്ദിൻ അദീം, മഹത്തായ സൗകര്യപ്രദമായ സൗഭാഗ്യങ്ങൾ അല്ലാത്തവർ, സൗകര്യങ്ങളോടുകൂടിയ ഇല്ലാതു ഹദ്ദിൻ, എല്ലാ ഭാഗ്യങ്ങളും കൊടുക്കും. അത് ഈ മഹത്തായ ഭാഗ്യങ്ങളും അവർക്ക് അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. പല ലോകത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുത്തിക്കൊണ്ടിരിക്കും, ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. നസുവൻ ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കും. ഫസ്തഈദുബില്ല, അള്ളാഹുവിന്റെ ശരണം പ്രാപിക്കുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും ആകുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. മിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു, രാത്രിയും പകലും. മിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലൈലു വന്നഹാറു, രാവും പകലും. വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും. വലാ തസ്ജുദൂ ലിശംസി, അതിനാൽ നിങ്ങൾ സൂര്യന് നിങ്ങൾ ആരാധിക്കരുത്, സുജൂദ് ചെയ്യരുത്, സാഷ്ടാംഗം ചെയ്യരുത്. വലാ ലിൽ ഖമരി, ചന്ദ്രനും സാഷ്ടാംഗം ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക. അല്ലദീ ഖലഖഹുന്ന, അവനെ സൃഷ്ടിച്ച അള്ളാഹുവിന് സൗകര്യം ചെയ്തു കൊടുക്കുക. ഇങ്കുന്തും താഴ്ബുദൂൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളൊക്കെയാണ്. ഒന്ന് നോക്കൂ. മിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു, രാവും പകലും അള്ളാഹുവിൻ്റെ ആയാത്തിൽപ്പെട്ടതാണ്. ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ. മിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലൈൽ, രാത്രി. വന്നഹാറു, പകലും. രാവും പകലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വശംസു വൽ ഖമറു, സൂര്യനും ചന്ദ്രനും അതുപോലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ലാ തസ്ജുദൂ ലിശംസി, സൂര്യനെ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വലാ ലിൽ ഖമരി, ചന്ദ്രനും ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹ്, അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. അല്ലദീ ഖലഖഹുന്ന, അവനെ സൃഷ്ടിച്ച അള്ളാഹുവിന്. ഇൻകുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ അവനെ സൗകര്യത്തോടുകൂടി അവൻ ചെയ്തു കൊടുക്കും. നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ദുനിയാവിൽ ഏത് വസ്തുക്കളാണെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ദൃഷ്ടാന്തങ്ങൾ. അതുകൊണ്ട് രാവും പകലും വ്യത്യസ്തമാണ്, നമുക്കറിയാം. ഒരു കമറ് ചന്ദ്രനും വ്യത്യസ്തമാണ്. ലാ തസ്ജുദൂ ലിശംസി, സൂര്യന് നിങ്ങൾ സുജൂദ് ചെയ്യരുത്, ചന്ദ്രനും സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന, അവരെ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായും സുജൂദ് ചെയ്യുക. ഇൻകുന്തും ഇയ്യാഹു തഅ്ബുദൂൻ, അവനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, തഅ്ബുദൂൻ, അവനെ നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ അവനെ അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഫൈനിസ്തക്ബറു, നിങ്ങൾ നിങ്ങൾ അഹങ്കരിച്ചു. ഫല്ലദീന ഇന്ദ റബ്ബിക, നിന്റെ നാഥനിൽ നിന്ന് ചെയ്യുന്ന ആളുകൾ. ഫല്ലദീന, ചില ആളുകൾ ഇന്ദ റബ്ബിക, റബ്ബിൻ്റെ അടുത്ത് യുസബ്ബിഹൂനഹു, അവൻ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. യുസബ്ബിഹൂന, വാഴ്ത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലൈലി വന്നഹാരി, രാവും പകലും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വഹും ലാ യസ്അമൂൻ, അവർ ലാ യസ്അമൂൻ, അവരൊരിക്കലും മുഷിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണം. അങ്ങനെ മുഷിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്.
ഇത് വളരെ വലിയ സൗകര്യപ്രദമായ അവസ്ഥകളാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 8 ആയത്തുകൾ, ഈ നേരത്തെ പറഞ്ഞ 30 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഇപ്പം പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.